ബേസിക് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രീമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേറ്റ് ചെയ്യാത്ത ഒരു മേഖലയും യഥാർത്ഥത്തിലില്ല. അപ്പോൾ ബേസിക് എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഏറ്റവും സ്റ്റെബിലിറ്റിയുള്ള ഒരു പഠന മേഖല കൂടിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെ അഴുക്കൊക്കെ പുരണ്ട് ഗ്രീസൊക്കെ പുരണ്ട് ഒരു യൂണിഫോമിൽ നിൽക്കുന്ന വ്യക്തി എന്ന ഒരു ചിന്തയാണ് പലപ്പോഴും ഉണ്ടാവുക. അതിനപ്പുറത്തേക്ക് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു വാഹന നിർമ്മാണ മേഖല എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു ഹെവി എക്യുപ്മെൻറ്റ് നിർമ്മാണ മേഖല എടുത്തു കഴിഞ്ഞാൽ, റോക്കറ്റ് സാങ്കേതിക വിദ്യ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് എവിടെയും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകൾ കാണാനായിട്ട് സാധിക്കും. കെട്ടിട നിർമ്മാണ മേഖല അടക്കം മറ്റ് വിവിധങ്ങളായിട്ടുള്ള കമ്പ്യൂട്ടർ നിർമ്മാണ മേഖല അടക്കം നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു അടിസ്ഥാന എഞ്ചിനീയറിംഗ് മേഖലയാണ് യഥാർത്ഥത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു കുട്ടിയുടെ മുമ്പിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടുന്നതിന് നമുക്ക് എൻട്രൻസ് എക്സാമിനേഷനുണ്ട്. അത് സ്ഥാപനങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകൾ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. IIT NIT പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ നമുക്കവിടെ ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷനാണ് പാസ്സാവേണ്ടത്. ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷനിൽ ഏതാണ്ട് ഒരു 2.5 ലക്ഷത്തോളം റാങ്കിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് JEE അഡ്വാൻസ്ഡ് എഴുതി IITകൾ പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകാൻ സാധിക്കും. JEE മെയിൻസ് ഉള്ള ആൾക്കാർക്കാണ് NIT പോലുള്ള സ്ഥാപനങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതിന് അനുവാദമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ മികച്ച സാധ്യതകൾ ഓപ്പൺ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കാവുന്നതാണ്. രണ്ടാമത് വരുന്ന എൻട്രൻസ് നമുക്ക് കേരളത്തിലാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമുക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് കാറ്റ് എഴുതിയിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. മൂന്നാമത് വരുന്നത് കേരളത്തിലാണെങ്കിൽ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനാണ്. അപ്പോൾ അങ്ങനെ 3 എൻട്രൻസ് എക്സാമിനേഷനുകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഇനി എഞ്ചിനീയറിംഗ് BTech എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മുമ്പിലാണ് ഈ എൻട്രൻസുകൾ ഉള്ളത് എങ്കിൽ, അതല്ലാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ 2 സാധ്യതകൾ കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊന്ന് പോളിടെക്നിക്കുകളാണ്. പോളിടെക്നിക്കുകളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് നേരെ പോളിടെക്നിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു സൂപ്പർവൈസറി കേഡറിലേക്ക് കടന്നു വരാം. അതല്ല +2-ന് മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച കുട്ടികൾക്ക് വേണമെങ്കിൽ ലാറ്ററൽ എൻട്രിയിലൂടെ സെക്കൻഡ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക്കിന് അഡ്മിഷൻ നേടി 1 വർഷം സേവ് ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. ഇനി അതുമല്ല ITI പാസ്സായിക്കൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ 3 മേഖലകൾ. ഒരു ട്രേഡ്സ്മാൻ എന്ന ഒരു കേഡറിലേക്ക് ITI, അതല്ല നിങ്ങൾക്കൊരു സൂപ്പർവൈസറി കേഡറിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോളിടെക്നിക്, അതുമല്ല കുറച്ചുകൂടെ മികവുറ്റ ഒരു എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഡയറക്റ്റ് എൻട്രി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് BTech ഓർ BE എന്ന സ്ട്രീമാണ് നമുക്ക് പൊതുവെ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ എൻട്രൻസ് പാസ്സായി നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുമ്പിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? വിവിധങ്ങളായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, യന്ത്രഭാഗങ്ങളുടെ നിർമ്മാണങ്ങളാണ് പ്രധാനമായും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പ്രതിപാദിക്കപ്പെടുക. ആ പ്രതിപാദിക്കപ്പെടുന്ന മേഖലകൾ താല്പര്യമുള്ള കുട്ടികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവസരങ്ങളും ഏറെയാണ്. അതിൽ ആധുനിക കാലഘട്ടത്തിലെ തൊഴിൽ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾക്ക് സ്വയം സജ്ജരാവാം. അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലൊന്നാണ് റോബോട്ടിക് സയൻസ്. മെക്കട്രോണിക്സും റോബോട്ടിക് സയൻസും അടക്കമുള്ള മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ അവിടെ വലിയൊരു കീ റോൾ പ്ലേ ചെയ്യാനായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾക്ക് സാധ്യതകളുണ്ട്. ISRO അടക്കമുള്ള സ്ഥാപനങ്ങളിൽ അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസിൽ ധാരാളം അവസരങ്ങളുണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കാലികമായിട്ട് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ സോളാർ എനർജിയിലേക്ക്, ഹൈഡ്രജൻ എനർജിയിലേക്ക്, അതുപോലെ തന്നെ ഡീസൽ പെട്രോൾ എന്ന് പറയുന്നൊരു യുഗത്തിന് അവസാനം കുറിക്കാനായിട്ട് രാജ്യം തീരുമാനിച്ചിരിക്കുന്നു, ലോകം തീരുമാനിച്ചിരിക്കുന്നു. അവിടെയാണ് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ഹൈഡ്രജൻ എനർജിയും സോളാർ എനർജിയുമായിട്ടുള്ള മേഖലകളിലൊക്കെ പുതിയ യന്ത്രഭാഗങ്ങൾ വികസിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യന്ത്രത്തിൻ്റെ ചൂട് കുറയ്ക്കുന്ന മേഖലകൾ, എഫിഷ്യൻസി കൂട്ടുന്ന മേഖലകൾ, കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കുന്ന മേഖലകൾ, കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആക്കുന്നതൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി വരുന്നവയാണ്. അപ്പോൾ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും, അത് സബ്മറൈൻ നിർമ്മിക്കുന്ന മേഖലയായാലും, ഷിപ്പ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയായാലും, എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണവും മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലായാലും ഒക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ധാരാളം അവസരങ്ങളാണുള്ളത്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞാൽ MTechന് പോകാൻ കഴിയും.
അതേപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കാനും ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനും അവസരങ്ങളുണ്ട്. കേരളത്തിന് പുറത്തുള്ള DRDO പോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ, ബ്രഹ്മോസ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഡിഗ്രി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മർച്ചൻ്റ് നേവിയിലേക്ക് ഒരു ഡൈവേർഷനുള്ള അവസരങ്ങളുണ്ട്. കൊച്ചിയിലും അതുപോലെ തന്നെ വിശാഖപട്ടണത്തുമുള്ള ഷിപ്പ്യാർഡുകൾ ഈ ഒരു മേഖലയിലേക്ക് GME കോഴ്സുകൾ ചെയ്യുന്നതിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികൾക്ക് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കാഡറിലേക്ക് മർച്ചൻ്റ് നേവിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു. അതുകൂടാതെ ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികൾക്ക് എയർ ട്രാഫിക് കൺട്രോളർ എന്ന ഒരു മികച്ച കരിയർ ഓപ്റ്റ് ചെയ്യാനായിട്ട് അവസരമുണ്ട്. അതുപോലെ തന്നെ താല്പര്യമുള്ള കുട്ടികൾക്ക് ആർമിയിലും എയർഫോഴ്സിലും നേവിയിലുമുള്ള BTech എൻട്രി എന്ന മേഖല ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗേറ്റ് സ്കോർ നേടിയ കുട്ടികൾക്കാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതിലേക്കും റിട്ടേൺ ടെസ്റ്റ് ഇല്ലാതെ ഇൻ്റർവ്യൂവിൻ്റെയും ഗ്രൂപ്പ് ഡിസ്കഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ കിട്ടുക. അപ്പോൾ അതിന് ഗേറ്റ് സ്കോർ നേടിയെടുക്കാം. അതുപോലെ തന്നെ കളമശ്ശേരിയിലുള്ള സൂപ്പർവൈസറി ഡെവലപ്മെൻറ്റ് സെൻറ്റർ പോലുള്ള സ്ഥാപനങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്ത് ട്രെയിനിഷിപ്പ് നടത്തിയിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ സാധിക്കും. മികച്ച സ്ഥാപനങ്ങളിൽ നിന്ന് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് DRDO ഒക്കെ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്ന് പറയുന്ന മേഖല, പ്രത്യേകിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് കൂടുതൽ തിളങ്ങാൻ കഴിയുന്നൊരു മേഖലയാണ്. ആഡ് ഓൺ പാക്കായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന മേഖലയാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. ഒരു വ്യവസായശാലയുടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകാതെ ഇൻഡസ്ട്രിയെ സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ആ ഒരു മേഖല വേണമെങ്കിൽ നോക്കാനായിട്ട് കഴിയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികൾക്കാണ്. ഇനി അതൊന്നുമല്ല, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നമുക്ക് വേണമെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട്, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നതും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പോളിടെക്നിക് ഡിപ്ലോമയോ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഉള്ള കുട്ടികൾക്കാണ്. കൂടാതെ ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതും ഈ കൂട്ടർക്ക് തന്നെയാണ്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സ്വാധീനം വളരെ വിശാലമായൊരു മേഖലയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം ചില ക്രൂഷ്യലായിട്ടുള്ള ചില മേഖലകളുണ്ട്. ഇപ്പോൾ ആറ്റോമിക് റിയാക്ടറുകൾ, അതുപോലെ തന്നെ ഓയിൽ റിഗുകൾ, സ്പേസ് ക്രാഫ്റ്റുകൾ, ഇവിടെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് എഞ്ചിനീയേഴ്സിന് ഒരിക്കലും എല്ലാ മേഖലകളിലും സെപ്പറേറ്റ് എഞ്ചിനീയേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള 5-6 എഞ്ചിനീയർമാരെ കൊണ്ടുപോകുന്നതിന് പകരം നമുക്കവിടെ വളരെ റിസ്കി ആയിട്ടുള്ള ചില മേഖലകളിൽ എക്സ്പെൻസ് കുറയ്ക്കുന്നതിന് ഈ മേഖലകളെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള മെക്കട്രോണിക്സ് പോലുള്ള മേഖലകളുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള, കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഒരു മേഖല ഓപ്റ്റ് ചെയ്യാം, മെക്കട്രോണിക്സ്. അതുപോലെ തന്നെ റോബോട്ടിക് സയൻസ്, ആധുനിക കാലഘട്ടത്തിൽ ഹ്യൂമനോയിഡുകളാണ് പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യൻ്റെ അധ്വാനം വേണ്ടാത്തൊരു മേഖല. അപ്പോൾ ഹ്യൂമനോയിഡുകളുടെ പ്രവർത്തനങ്ങളിൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അവസരങ്ങളേറെയാണ്. കൂടാതെ നമ്മളുടെ ചുറ്റുപാട് നമ്മൾ കാണുന്ന ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന നല്ല സാധ്യതകൾ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയ തരത്തിലുള്ള റിയാക്ടറുകൾ, ആറ്റോമിക് റിയാക്ടറുകൾ, അതുകൂടാതെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ, തെർമൽ പവർ സ്റ്റേഷൻസ്, ഇവിടെയൊക്കെ ഈ ജനറേറ്ററുകളുടെ നിർമ്മാണവും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മേഖലകളിലും നല്ല ഒരു റോള് പ്ലേ ചെയ്യാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായവർക്കാണ്. അപ്പോൾ ഒരു ബേസിക് എഞ്ചിനീയറിംഗ് സ്ട്രീം എന്നതിനപ്പുറത്തേക്ക് അനന്തമായ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറക്കുന്നു എന്നുള്ളതാണ്. 3D പ്രിൻറ്റിങ്ങും CAD-ഉം അടക്കമുള്ള ആഡ് ഓൺ പാക്കുകൾ ഇവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ സാധ്യതകൾ കുറേ കൂടെ വിശാലമാണ്. ഇപ്പോൾ നമുക്ക് ഒരു വലിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എക്യുപ്മെൻസിനെയൊക്കെ സെറ്റ് ചെയ്യാനും അതിനെ പ്രവർത്തിപ്പിക്കാനും ഒക്കെയുള്ള റെസ്പോൺസിബിലിറ്റി വരുന്നത് യഥാർത്ഥത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിച്ച ഒരാൾക്കായിരിക്കും. അപ്പോൾ ഈ ഒരു സാധ്യതകളെ, ഈ ഒരു സാഹചര്യങ്ങളെ റോബോട്ടിക് സയൻസിൻ്റെയൊക്കെ കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നു, മെഷീൻ ലേണിംഗ് അടക്കമുള്ള മേഖലകൾ, ഡേറ്റാ സയൻസിനെയൊക്കെ ഇതിനകത്ത് ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. പ്രോഡക്റ്റുകളുടെ വലിപ്പം കുറയ്ക്കുന്നതിന്, അതിൻ്റെ ചെലവ് കുറയ്ക്കുന്നതിന്, നിർമ്മാണ മേഖലകളിൽ പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ പുതിയ യന്ത്രങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചൂട് നല്ലതുപോലെ കുറച്ച് എടുക്കുന്നതിനുള്ള സാധ്യതകൾ നമുക്ക് തേടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കെട്ടിടത്തെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വെൻറ്റിലേഷൻ, ഹീറ്റ്, എയർ കണ്ടീഷനിങ് പോലുള്ള മേഖലകളെല്ലാം നമ്മൾ പരിഗണിക്കപ്പെടണം. അപ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള, അതിനുപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെഷീനറികൾ ഡെവലപ്പ് ചെയ്യുക, അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അങ്ങനെ വളരെ വിശാലമായ സാധ്യതകൾ ഒരുക്കുന്ന ഒരു അടിസ്ഥാന എൻജിനീയറിംഗ് മേഖല, നമ്മൾ കാണുന്നതിനപ്പുറത്തേക്കുള്ള സാധ്യതകളുടെ ലോകത്തേക്ക് പ്രവേശനം നൽകുന്നതിന്, കുട്ടികളെ കൊണ്ട് എന്നെത്തിക്കുന്നതിന് അവസരങ്ങൾ ഒരുക്കുന്ന, ആഡ് ഓൺ പാക്കുകൾ ഏറെ ചെയ്യാൻ കഴിയുന്ന, മൈനർ ഡിഗ്രികൾ ചെയ്യാൻ കഴിയുന്ന ഒരു പഠന തൊഴിൽ മേഖലയായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാറിയിട്ടുണ്ട്. ആ സാധ്യതകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താം.